നമസ്കാരം. ഞാൻ എ.കെ. ഗോപിനാഥ്, കോഴിക്കോട് തിരുവണ്ണൂർ സ്വദേശിയാണ്. എനിക്ക് ഏറെ കാലമായി ഒരു തലവേദന ആയിരുന്നു പ്രശ്നം. അത് ക്രമേണ മൈഗ്രെയിൻ ആയിട്ട് മാറി. ഇപ്പോൾ അതിൻ്റെ ആരംഭഘട്ടത്തിൽ തലവേദന വന്നാൽ വളരെ അധികം ബുദ്ധിമുട്ടുണ്ടായിരുന്നു. രാത്രിയെല്ലാം തലവേദന വന്നിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്നമാതിരി ഐസൊക്കെ വെച്ചിട്ടാണ് കുറച്ചുണ്ടായിരുന്നത്. അതിനുശേഷം ഇംഗ്ലീഷ് മരുന്ന്, അതല്ലേ രക്ഷയുള്ളൂ ഇന്നത്തെ കാലത്ത്. അലോപ്പതി മരുന്ന് ധാരാളം കഴിച്ചു, എന്നിട്ടൊന്നും അത് മാറുന്നില്ല. അപ്പോഴാണ് നമ്മൾ യൂറിൻ തെറാപ്പിയെ പറ്റി കേട്ടറിഞ്ഞത്. അങ്ങനെ ഞാനത് ചെയ്യാൻ തീരുമാനിച്ചു. വടകരയിൽ ചെന്ന് നാരായണൻ സാർ എന്ന ഒരു വ്യക്തിത്വത്തിനെ കണ്ട് അദ്ദേഹമാണ് അവിടെ ക്ലാസ് എടുത്ത് അതിൽ ഒരു ദിവസം പോയിരുന്നു. എല്ലാം കണ്ട് മനസ്സിലാക്കി അവരുടെ നിർദ്ദേശപ്രകാരം തുടങ്ങി യൂറിൻ തെറാപ്പി. അത് എന്താണെന്ന് വെച്ചാൽ അതിരാവിലെ എഴുന്നേറ്റ് 5 മണിക്കുള്ള നമ്മുടെ സ്വമൂത്രം, ചൂടുള്ള മൂത്രം, അത് നേരിട്ട് കുടിക്കുകയാണ് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, അത് തന്നെ ചൂടുമൂത്രം നീതിപാത്രം, ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു വളഞ്ഞ കോയിലായിട്ട് പാത്രം കിട്ടും, നീതിപാത്രം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. അതിൽ മൂത്രം നിറച്ച് ഇടത് മൂക്കിൽ കൂടെ ഉള്ളിലേക്ക് ചെന്ന് കഴുത്ത് ചെരിച്ച് പിടിച്ച് മറ്റേ വലത് മൂക്കിൽ കൂടെ പുറത്തേക്ക് വിടുക. അതേമാതിരി തിരിച്ചും, അതായത് ഈ ചൂടുള്ള മൂത്രം നമ്മുടെ നെറ്റിയിലെല്ലാം ഉള്ളിൽ കൂടെ പോയി സൈൻസ് എല്ലാം പോയിട്ട് നമ്മുടെ അവിടെയുള്ള കഫക്കെട്ടെല്ലാം പുറത്തേക്ക് വരും. അപ്പോൾ തന്നെ വളരെ ആശ്വാസമായിരിക്കും. അതാണ് പ്രധാന ചികിത്സ എന്ന് പറയുന്നത്. ബാക്കിയുള്ള മൂത്രം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ തലയോട്ടികളെല്ലാം വെച്ച് തേച്ച് പിടിപ്പിക്കുക, ചൂടോടൊക്കെയുള്ള മൂത്രം. അപ്പോൾ തന്നെ വളരെ ആശ്വാസം ലഭിക്കും. അതിനെ തുടർച്ചയായി ഞാൻ ചെയ്തിട്ട് എനിക്കത് അത്ഭുതകരമായ മാറ്റമാണ് സംഭവിച്ചത്. ഞാൻ ഇംഗ്ലീഷ് ഗുളികയൊന്നും ഒക്കെ നിർത്തി, ഒന്നും കഴിക്കാറുണ്ടായിരുന്നില്ല. പിന്നീടുള്ള ദിവസങ്ങളിൽ എന്നും ഇതന്നെ തുടർന്നപ്പോൾ അത്ഭുതകരമായി തന്നെ അത് എന്നെ മൈഗ്രെയിൻ എൻ്റെ നിന്ന് വിട്ടകന്നു. അതാണ് എനിക്ക് പറയാനുള്ള പ്രധാന കാരണം. പിന്നീടുള്ള അവരുടെ യൂറിൻ തെറാപ്പി ഫൗണ്ടേഷൻ വന്നു കേരളത്തിൽ. അതിൽ വ്യാപകമായിട്ട് പല പ്രചാരണങ്ങൾ കൂടെ മനസ്സിലാക്കാൻ കഴിഞ്ഞത് സകല രോഗങ്ങൾക്കുള്ള ഒരു പ്രതിവിധിയാണ് ഈ യൂറിൻ തെറാപ്പി. അതിപ്പോൾ ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നു. ഞാൻ അതിൻ്റെ പ്രചാരകനുമാണ്. നന്ദി, നമസ്കാരം.